بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد അഭിവന്ദരായ സദാത്യങ്ങളെ ഉലമാക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കാസർകോട്ടെ സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മളുടെ ഈ സംഗമം ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്ത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ ഈ സമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിയായി പറഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ഞാനെന്റെ ഉസ്താദിലൊരു ഗുണം കണ്ടിട്ടുണ്ട്. ശരി മാത്രം പറയുകയും തെറ്റ് മാത്രം ചെയ്യുകയും ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഷാർ മുബാറക്ക് ബഹുമാനിക്കപ്പെടേണ്ടതാണ്, ശരിയല്ലേ? അങ്ങനെ ശരി മാത്രം പറയുകയും തെറ്റ് മാത്രം ചെയ്യുകയും ചെയ്യാനുള്ള ഒരു തൗഫീഖ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടെ ഹൈന്ദവ വർഗീയതയെ രൂക്ഷമായി വിമർശിച്ച് പ്രസംഗിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തിയത് ശർമ്മജിയാണ്. ഡൽഹി അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ പണ്ഡിറ്റ് ജി എന്നറിയപ്പെട്ടിരുന്ന നരസിംഹറാവുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും രാഷ്ട്രീയകാര ഉപദേശകനുമായിരുന്ന എസ് കെ ശർമ്മ എന്ന് പറയുന്ന ആളാണ് ഡൽഹിയിലെ അധികാര ഇടനിലങ്ങളിൽ കാന്തപുരത്തെ പരിചയപ്പെടുത്തിയത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഭരണകൂട സംവിധാനത്തെ മുഴുവനും നിശബ്ദമാക്കി നിർത്തിയത് ശർമ്മജിയുടെ ബുദ്ധിയായിരുന്നു. അദ്ദേഹം സംഘപരിവാറിന്റെ പലതിന്റെ യുവാണ്ട്. അദ്ദേഹം അവർക്കിടയിൽ അറിയപ്പെടുന്ന ഓമന പേര് ശർമ്മജി എന്നാണ്. ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും അടുത്ത സുഹൃത്താരാണ് മോഡി. എന്താ മോഡിയുടെ യോഗ്യത? എന്താ മോഡിയുടെ യോഗ്യത? ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ നേതൃത്വം കൊടുത്തു എന്നതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മോഡിയെ പ്രിയപ്പെട്ടവനാക്കിയത്. കേരളത്തിലെ ഈ ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്കിടയിൽ കാന്തപുരത്തെ മോഡിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഒരു പള്ളിയിൽ നിസ്കരിച്ചിരുന്ന മുസ്ലിമീങ്ങളെ 2 പള്ളിയിലാക്കി. RSSന് കഴിയാത്തത്, ബജ്രംഗ് ദളിന് കഴിയാത്തത്, ശിവസേനയ്ക്ക് കഴിയാത്തത് കാന്തപുരത്തിനെ കൊണ്ട് സാധിപ്പിച്ചെടുത്തു എന്നതാണ് മോഡിക്ക് കാന്തപുരം പ്രിയപ്പെട്ടവനായത്. മനസ്സിലാണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? നമ്മളെ പള്ളികൾ പൂട്ടിക്കാൻ ഇവിടെ RSSന് കഴിഞ്ഞിട്ടുണ്ടോ? ബജ്രംഗ് കഴിഞ്ഞു, BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ കാന്തപുരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലാണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? നമ്മളെ എല്ലാം വിഭജിക്കാനും നമ്മളെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് അർത്ഥമില്ലാത്ത മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് തമ്മിലടിപ്പിക്കാനും പഠിപ്പിച്ചതല്ലാതെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പ്രത്യേകിച്ചൊരു യോഗ്യതയുമില്ല. ചരിത്രം പറയുമ്പോൾ സത്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിനും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോടൊക്കെ പൊറുക്കുമാറാവട്ടെ. നമുക്കാരോടും വ്യക്തിപരമായൊരു ദേഷ്യമില്ല, ഒരു കോപമില്ല. പക്ഷേ അനുകരണീയമായ ഒരു കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ മരിച്ചപ്പോ തങ്ങളെക്കൊണ്ട് അദ്ദേഹം ചത്തു എന്ന് പറയിപ്പിച്ചപ്പോഴ് അവിടെ പിന്തുടരപ്പെടാവുന്നൊരു നേതാവിന്റെ ആത്മീയ മുഖം തങ്ങൾക്ക് നഷ്ടമാവുകയായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ കഫറ എന്ന് പറഞ്ഞപ്പോൾ ആ പദപ്രയോഗത്തിന് എന്തർത്ഥം നൽകിയാലും
അങ്ങനെയൊരു പദം തങ്ങളുടെ നാവ് കൊണ്ട് പറയിപ്പിക്കുക വഴി അല്ലെങ്കിൽ തങ്ങൾ പറയുക വഴി സമൂഹത്തിന് പിന്തുടരപ്പെടാവുന്നൊരു മാതൃകയാവാനുള്ള യോഗ്യത ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നഷ്ടമാവുകയായിരുന്നു. ഒരു പള്ളിയിൽ നിസ്കരിച്ചിരുന്ന സമുദായത്തെ യാതൊരു കാരണവുമില്ലാതെ എന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബനുസരിച്ച് ജീവിക്കുന്ന അശ്അരി വിശ്വാസമുള്ള സുന്നികളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരാക്കി മാറ്റിയപ്പോൾ നേതൃപരമായ ഒരു പങ്ക് വഹിക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾ നിയോഗിക്കപ്പെട്ടു. അത് ഒരു അനുകരണീയമായ മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞിട്ടെ, വട്ടമേശയ്ക്ക് ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്നു. എന്ത് ചായയും കടിയും തീരും. ഈ എം എക്കും ബുദ്ധിയില്ലാതായോ? ഒരു നാട്ടിൽ 2 പള്ളി ഉണ്ടാക്കി, 2 ജുമ തുടങ്ങി, മനസ്സിലാവുണ്ടോ? മദ്രസ 2 ആക്കി, വഖഫ് ഭൂമി ഓരി വെച്ചു. ഓരോ നാട്ടിലും 10ഉം 15ഉം ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു. ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിട്ട് പിന്നെ വയസ്സാം കാലത്ത് ഒരു ടേബിളിൽ ഇരുന്ന് ചായ കുടിച്ചാൽ തീരുന്നു പറയാൻ കുറച്ചൊക്കെ വിവരക്കേടുണ്ടാവണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അടിസ്ഥാനപരമായി ഈ പ്രശ്നം തീരാൻ ഒറ്റ മാർഗ്ഗമേയുള്ളൂ. അതെന്താണ്? അള്ളാഹു തആല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ദേശിക്കുന്ന കുതന്ത്രങ്ങൾ എന്താണെന്ന് പ്രസംഗത്തിന്റെ ആവശ്യമില്ലാത്ത വിധം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയല്ലാതെ ഈ ദുരന്തം അവസാനിക്കാനുള്ളൊരു മാർഗമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെയും ഈ ദുരിതം അവസാനിക്കാൻ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ തേടണം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. ക്ഷമിച്ചുകൊണ്ടും നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടണം. ഇവർക്കൊക്കെ അവരുടെ പ്രവർത്തകരാണ്. ഞങ്ങളെ പ്രവർത്തകന് അടിയിട്ട് എങ്ങൾക്ക് എന്താ ചെയ്തില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ ഞങ്ങളെ സഹോദരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കേണ്ട സഹോദരനാണ്. ഞങ്ങൾക്ക് ഈമാനിന്റെ പേരിൽ സ്നേഹിക്കാനും ഈമാനിന്റെ പേരിൽ ഒരുമിച്ചുകൂടാനും പരിശുദ്ധമായ മതത്തിന്റെ പുണ്യമായ വിശ്വാസങ്ങളെ പരസ്പരം പങ്കുവെക്കാനുമുള്ള അവസരം കേരളക്കരയിൽ ഉണ്ടായേ പറ്റൂ. അത് നേടിയെടുത്തേ പറ്റൂ. ഒരു മാതാവിന്റെ 2 മക്കൾ 2 ഗ്രൂപ്പിലായി പരസ്പരം കത്തിയെടുത്ത് കുത്തിമരിക്കുന്നത് കണ്ടുമടുത്തതുകൊണ്ട് വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്, ഈ ദുരിതങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടേ പറ്റൂ. ഇതിന് നേതൃരംഗത്തുള്ള 4 ആളുകൾ വട്ടമേശയിലിരുന്ന് കാപ്പി കുടിച്ചാൽ മാറുന്ന പ്രശ്നമല്ല നിലവിലുള്ളത്. മറിച്ച് നിങ്ങൾ എന്റെ പാവപ്പെട്ട സമുദായത്തിന്റെ നെഞ്ച് കീറി മുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സമുദായത്തിന്റെ ഹൃദയത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധമായ പള്ളികളിൽ അശാന്തിയുടെ വിത്തുകൾ വിതറിയിട്ടുണ്ട്. നിങ്ങൾ ദീനീ വിജ്ഞാന കേന്ദ്രങ്ങളിൽ പിളർപ്പിന്റെ ചുമരുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം കണ്ടാൽ ചിരിക്കാനാവാത്ത വിധം നിങ്ങളുടെ പ്രസംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമുദായത്തെ വിഭജിച്ചിട്ടുണ്ട്. നിങ്ങൾ പാവ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന അവസ്ഥ അവസാനിപ്പിച്ച് സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് സ്നേഹബുദ്ധിയാ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? കണ്ണടച്ചിരുട്ടാക്കല. മറ്റേ ആളെ വിട്ടാളി. ആരെ? കുറ്റ്യാടിക്കാരനെ. അയാൾക്ക് തലല്ല. അയാൾക്കെന്ത് സമുദായം, അയാൾക്കെന്ത് സമൂഹം, അയാൾക്കെന്ത് നാഗരികത, നിസ്കാരം. അയാൾ പശു തന്നെ പറയാൻ അറിയാത്ത ആളാണ്. മൂപ്പര് പറയലെങ്ങനെ? 2 കൊമ്പില്ല, അപ്പൊ 33 തെക്ക് കിട്ടും. 4 കാലില്ല, 2 ചെവിയില്ലേ, 4 മുലയുള്ള വസ്തുവിന്റെ പേരാണ് മൂരിക്കുട്ടിയുടെ ഉമ്മ. ഇങ്ങനെ പറഞ്ഞ് സമയം കളയുന്ന ഒരാളെന്നല്ലാതെ അയാളൊരു കുഞ്ഞാപ്പൂ. അയാൾ മുഷാവറ മെമ്പറാണ് എന്ന് പറഞ്ഞോട് കൂടി തന്നെ കഥ കഴിഞ്ഞില്ലേ? എന്തെങ്കിലും അഭിപ്രായം? ഇത് കണ്ടാൽ മനസ്സിലാവൂലേ? പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ല. രാമന്തോടി പറഞ്ഞാൽ ഇയാളെ വിട്ടേക്ക്. അയാൾക്ക് അങ്ങനെ ഒരു ഉൾക്കാഴ്ചയുള്ള ആളല്ല. നേരെ മറിച്ച് ചിന്തിക്കുന്നവർ മറുപക്ഷത്തുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ മറുപക്ഷത്തുണ്ട്. പരസ്പരം കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന, സാംസ്കാരികമായി ഔന്നിത്യം പ്രാപിച്ച 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ മറുപക്ഷത്തുണ്ട്. അവരോടാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനാണ് ചരിത്രത്തെ നിരാകരിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്
നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ 6 ആളുകൾ ഇറങ്ങിപ്പോന്നു, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ 6 ആളുകളെ പുറത്താക്കി. ഏതായാലും 6 ആൾ പുറത്താണല്ലോ. 2 ഭാഷയും വെച്ചോ. ഈ 6 ആളുകൾ കൂടി ഒരു സംഘടന ഉണ്ടാക്കിയ എന്റെ പേരെന്താ? ഇതിനെന്ത് അവകാശം പറയാനുള്ളത്? ഈ 6 ആളെ പാരമ്പര്യമില്ലാതെ എന്താ പറയാനുള്ളത്? ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പള്ളിയാ വെച്ചോളി. ഈ പള്ളിയിൽ ഒരു മൂലയിൽ 20 കൊല്ലം ജോലി ചെയ്തു. 990 ആയപ്പോഴേക്ക് മൂപ്പര് രാജിച്ച്. എന്താ നോട്ടീസ് പറഞ്ഞോളി? 50 കൊല്ലം ഈ പള്ളിയിലെ മൂലയിരുന്ന പറയണ്ടേ? ആണോ? എന്താ പറയണ്ടേ? ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി എന്ന് പറഞ്ഞോളി. മഹാസിനമൊത്താക്കുന്നല്ലേ എന്ന് പറഞ്ഞോളി. 25 കൊല്ലം ഈ പള്ളിയിലെ ഇമാമായിരുന്നു. പിന്നെ അദ്ദേഹവും കാന്തപുരത്തെ ഒരു ഔക്രുട്ട്യോലിയരും പോയിട്ട് അപ്പുറത്തെ പള്ളിയിലും മൊല്ലാക്കിയും ഇമാമായി ജോലി ചെയ്തു. അങ്ങനെ 50 കൊല്ലം അദ്ദേഹം സമൂഹത്തിൽ ജീവിച്ചിരുന്നു. ഇങ്ങനെ പറയണ്ടേ? നിങ്ങൾ മനസ്സിലാണ്ടോ? 50 കൊല്ലം ഈ പിരിച്ചിട്ട പള്ളിയിൽ നിന്ന അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ചരിത്രം പറയുമ്പോഴെങ്കിലും സത്യം പറയാൻ പഠിക്കുന്നു. ഉറങ്ങിയാൽ മാത്രമേ ഇത് പറയുള്ളൂ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? എവിടെ നോക്കുകയാണെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപകടമാണ്. നിങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഭൗതികത മാത്രം ലക്ഷ്യം വെക്കുന്നവരാണോ? നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരുന്ന, നിങ്ങളെ കാണുമ്പോൾ തക്ബീർ ചെല്ലുന്ന ഈ പാവപ്പെട്ട സമുദായം, അവർ ഞങ്ങളെ തെറി പറയുന്നുണ്ടാകും, ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടാവും, ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാകും, ഞങ്ങളെ വധിക്കണമെന്ന് വരെ ആഗ്രഹിക്കുന്നുണ്ടാവും. എങ്കിലും അവർ നിങ്ങളുടെ പിന്നിൽ കൂടിയത് ആഖിറത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അവർ നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണം പകുത്തു തരുന്നതും അതിന്റെ പേരിലാണ്. അവർ നിങ്ങൾക്ക് ദീനാറും ഡോളറും റിയാലും നൽകുന്നത് അല്ലാഹുവിനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഞങ്ങളെ വിട്ടേക്കൂ ഈ പാവപ്പെട്ട സ്വന്തം അനുയായികളോട് സത്യം പറയാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശ്രമിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിന്റെ ഉള്ളിൽ അലകടലായി ഇഷ്കിന്റെ ഒരു മഹാസാഗരം തീർത്ത മനുഷ്യൻ, മുത്തുനബിയുടെ തിരുശേഷിപ്പെന്ന് പറഞ്ഞ് സ്വന്തം നേതാവ് കൊടുക്കുന്ന കൈവശമുള്ള മുടിയുണ്ടെന്ന് പറഞ്ഞ നേതാവ് മുക്കിക്കൊടുക്കുന്ന വെള്ളം നെഞ്ചോടടുക്കി പിടിച്ച് നടക്കുന്ന മനുഷ്യൻ, അവനെ കാണുമ്പോൾ കാന്തപുരം നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നില്ലേ? MA പറഞ്ഞത്ര ഞങ്ങളെ സ്ഥാപനത്തിലൊരു മുടിയുണ്ട്, അത് പറയേണ്ട ഓലാണ്. അതെ, കൂടി പോയി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എങ്ങനെ പറയാനുള്ളതാ അഭിപ്രായം? എന്താ ഇപ്പോഴത്തെ സ്ഥിതിയിൽ? 1-ാം പ്രതി കാന്തപുരം, 2-ാം പ്രതിയോ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. നാട്ടുകാരെ മുഴുവനും പറ്റിച്ചിട്ട് വിശുദ്ധന്റെ കുപ്പായിടാനൊന്നും പറ്റില്ല മൊയ്യരെ. നിങ്ങൾ എന്ത് മൊയ്യരായാലും കേൾക്കാം. അഭിപ്രായം ഇങ്ങോട്ട് പറയട്ടെ. ഒന്നുകിൽ അംഗീകരിക്കേണ്ടി പറയട്ടെ, അല്ലെങ്കിലോ ഇല്ലാന്ന് പറയട്ടെ. അതിന്റെ അടിയുണ്ടല്ലോ ഞെയ്, അത് വേണ്ട. ഒന്നുകിൽ പറയണെന്ത് അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിലോ അംഗീകരിക്കണില്ല. അതിനെപ്പറ്റി ഓരോ അഭിപ്രായം പറയണ്ടേ? അത് പറയാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണോ? ഇതിന് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇവർ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ ചോദിക്കണത്. മനസ്സിലാകണ്ടല്ലോ? മനസ്സിലാകണില്ലേ? AP പറഞ്ഞത് ഒറിജിനൽ മുടിയാണ്, ഇതിനെപ്പറ്റി Mന്റെ അഭിപ്രായം എന്താ നമ്മൾ ചോദിക്കുന്നത്? അത് ഓല പറയേണ്ടത്. അത്ര നെട്ടല്ലില്ലാത്തവർക്ക് യോജിച്ച പണിയല്ല പൊതുപ്രവർത്തനം. നിർത്തി വീട്ടിൽ പോകാൻ നോക്കണം. അത് തന്റെ ഇടമുള്ള ആൺകുട്ടികൾക്കുള്ള ജോലിയാണ്. അത് നെട്ടല്ലുള്ളവർക്ക് പറഞ്ഞ ജോലിയാണ്. അത് ആർജവമുള്ളവർക്ക് പറഞ്ഞ ജോലിയാണ്. അതില്ലാത്തവർ വീട്ടിലിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ സമുദായത്തെ മുഴുവനും വഞ്ചിക്കുന്നത് കണ്ടപ്പോഴും നിശബ്ദരായിരിക്കുന്നവർ, ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ആഗോളതലത്തിൽ മുസ്ലിം സമൂഹത്തെ തകർക്കാനുള്ള ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് മൊറോക്കോ മുതൽ ഫലസ്തീൻ വരെ വിശാലമായി കിടക്കുന്ന 32-ലധികം അറബ് രാഷ്ട്രങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരായിട്ടും, ഒരു ഭാഷ സംസാരിക്കുന്നവരായിട്ടും, ഒരേ ശരീരപ്രകൃതിയുള്ളവരായിട്ടും, ഒരേ ഖിബലയിലേക്ക് നിസ്കരിക്കുന്നവരായിട്ടും, ഒരേ ഖുർആനിൽ വിശ്വസിക്കുന്നവരായിട്ടും തമ്മിലടിക്കുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളാക്കിയത്. അത് സയനിസത്തിന്റെ തന്ത്രമാണ്. അതിന്റെ പുനരാവർത്തനമാണ് നമ്മുടെ കുഗ്രാമങ്ങളിൽ ഉണ്ടാക്കിയത്.
ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അലറി വിളിക്കും അറബിക്കടലിലൂടെ ഒരു പായക്കപ്പലിൽ നിർഭയം കടന്നു വന്ന് ഒരു കൊട്ടും കുറവയുമില്ലാതെ പരിശുദ്ധ ദീനിന്റെ സന്ദേശം എത്തിച്ചു തന്ന പുണ്യപ്രവാചകരുടെ പ്രിയപ്പെട്ട പ്രബോധകന്മാരുടെ കാലുപതിന്റെ മണ്ണിൽ വെച്ചാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, നമ്മളെ വിഭജിക്കാൻ നടക്കുന്നവരാണ് ഇവർക്ക് പിന്നിലുള്ളത്. അവരാണ് പണം കൊടുക്കുന്നത്, അവരാണ് ഇവരെ വളർത്തുന്നത്, അവരാണ് ഇവർക്ക് അന്തർദേശീയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, അവരാണ് ഇവർക്ക് അന്തർദേശീയ മുഖം നൽകുന്നത്. അവരെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, ചെച്ചിലയിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെ നെഞ്ചിലേക്ക് ബുള്ളറ്റുകൾ പായിപ്പിച്ചൊരു മനുഷ്യന് മാലയിട്ട് കൊടുക്കാൻ ലോകത്താകെ താടി വെച്ചൊരു മനുഷ്യന് കിട്ടിയിട്ടുള്ളത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര മാത്രമാണ്. കാരണം ലോകത്തത്ര തൊലിക്കട്ടിയുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ കാന്തപുരമല്ലാതെ മറ്റാരുമില്ല. അതാണ് കാരണം. നിങ്ങൾ ആലോചിക്കും, മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ഒരു ഭരണാധികാരിയുടെ കയ്യിൽ പോയി 5 കോടിയും 6 കോടിയും വാങ്ങി താടി തുടച്ചു വരാൻ തന്റെ ഇടമുള്ളത് കാന്തപുരത്തിനല്ലാതെ മറ്റാർക്കില്ല. അത്ര തൊലിക്കട്ടിയുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ വിഭജിക്കുക, നമ്മളെ അടിപ്പിക്കുക, നമ്മൾ തമ്മിൽ കുത്തിമരിക്കുക, അവർ സുഖമായി ജീവിക്കുക, ഇതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലക്ഷ്യം. അത് വളരെ ശക്തമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് എനിക്കെന്തേ പറയാനുള്ളൂ, നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവണമെന്നില്ല, നിങ്ങൾക്ക് അധികാരം വേണ്ട, നിങ്ങൾ ആരുമല്ലെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം നിറച്ചുവെച്ച് മുസ്ലിമീങ്ങളുടെ മുഖത്തു നോക്കി നിങ്ങൾ പറയണം, പരസ്പരം സ്നേഹിക്കുവാനും ഐക്യത്തിൽ ജീവിക്കുവാനും പറയണം. നമ്മുടെ സമുദായം ഒന്നാവട്ടെ, അവർക്കിടയിൽ ഇവരുണ്ടാക്കിയ വിഭജനത്തിന്റെ ഭിത്തികൾ തകർത്തെറിയണം. ഈ മുസ്ലിം യുവതയുടെ ആർജവത്തിന് അത് സാധിക്കുമെന്ന് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ സാധിക്കും. നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ എല്ലാവരും എഴുന്നേറ്റ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും സ്വന്തം കസേര മടക്കി, എല്ലാവരും ഇരുന്ന കസേര, ഓരോരുത്തരും അവരെ കസേര എടുക്കും. ഇവിടെ അങ്ങനെ വളണ്ടിയേഴ്സ് ഒന്നുമില്ല. 10 വിക്കായക്കാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും.